അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഉസ്താദന്മാരെ, ഉലമാക്കളെ, മുതഅല്ലിമീങ്ങളെ, ഉമറാക്കളെ, തിരുവനന്തപുരത്ത് നിന്നും 191 കിലോമീറ്റർ യാത്ര ചെയ്താൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിൽപ്പെട്ട കായൽ പട്ടണം എന്നൊരു പ്രദേശത്ത് നമുക്ക് എത്തിച്ചേരാം. കായൽ പട്ടണം 100% മുസ്ലിമീങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു നാടാണ്. കായൽ പട്ടണത്തോട് ചേർന്ന് കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് വീരപാണ്ഡ്യ പട്ടണം. അവിടെ 100% ക്രിസ്ത്യാനികളാണ്. അതിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് തിരുച്ചെന്തൂർ. ആ നാട്ടിലാകട്ടെ 100% ഹിന്ദുക്കളുമാണ്. അടുത്തടുത്ത് കിടക്കുന്ന ഈ 3 മുനിസിപ്പാലിറ്റികൾ ക്രൈസ്തവ ഹൈന്ദവ ഭൂരിപക്ഷമുള്ള 2 മുനിസിപ്പാലിറ്റികളെക്കാളും ഒരുപാട് പ്രത്യേകതയുള്ള സ്ഥലമാണ് മുസ്ലിം ഭൂരിപക്ഷമുള്ള അല്ലെങ്കിൽ മുസ്ലിമീങ്ങൾ മാത്രമുള്ള കായൽ പട്ടണം. 13 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണമുള്ള ഈ നാട്ടിൽ 1,00,000 മുസ്ലിമീങ്ങൾ സൗഹാർദ്ദത്തോടെ, സന്തോഷത്തോടെ, സ്നേഹത്തോടെ, സഹവർത്തിത്വത്തോടെ നൂറ്റാണ്ടുകളായി കഴിഞ്ഞു പോരുന്നു. 7-ാം നൂറ്റാണ്ടിൽ ഈ സ്ഥലം സന്ദർശിച്ച ലോക സഞ്ചാരിയായ മാർക്കോ പോളോ അദ്ദേഹം ഈ നാടിനെക്കുറിച്ച് ഒരുപാട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിൽ കെയ്റോയിൽ നിന്ന് വന്ന അറബികൾ പണ്ട് തുറമുഖമായിരുന്ന കായൽ പട്ടണത്ത് വന്നിറങ്ങി ഈ നാടിന് കെയ്റോയുടെ പേരായ അൽ കാഹിറ എന്ന് പേര് കൊടുത്തു. അൽ കാഹിറ ആണ് ഇപ്പോൾ കായൽ പട്ടണം. ഉമർ വലിയുല്ലാഹിൽ കാഹിരി, സദഖത്തുല്ലാഹിൽ കാഹിരി, ഇങ്ങനെയുള്ള വലിയ വലിയ മഹാപണ്ഡിതന്മാരും വലിയകളും ഒക്കെ അവിടത്തുകാരാണ്. പള്ളികളിൽ നിന്ന് തുടങ്ങി പള്ളികളിൽ അവസാനിക്കുന്ന ഒരു പ്രദേശം, തികച്ചും ദീനിയായ അന്തരീക്ഷം, ഇബാദത്തുകളിൽ ഹരം കണ്ടെത്തുന്ന, രസം കണ്ടെത്തുന്ന ഒരു ജനത ഈ 2024 ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുകയാണ്. തൊപ്പി വയ്ക്കാത്ത ഒരു പുരുഷനെ ആ നാടിന് പുറത്ത് കാണൽ അപൂർവമാണ്. പർദ്ദ ധരിക്കാത്ത ഒരു പെണ്ണില്ല. എല്ലാ സ്ത്രീകളും ഹിജാബാണ്. സഹോദരങ്ങളെ, ഈ കായൽ പട്ടണത്ത് പോലീസ് സ്റ്റേഷനില്ല, കോടതിയില്ല, സിനിമാ തിയേറ്ററില്ല, മദ്യശാലകളില്ല, വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളോ മാളുകളോ ഒന്നുമില്ല, ലോഡ്ജില്ല. ഈ 2024 പോലീസ് സ്റ്റേഷൻ ഇല്ലാത്ത ഇന്ത്യയിലെ ഒരേ ഒരു മുനിസിപ്പാലിറ്റി കായൽ പട്ടണമല്ലാതെ മറ്റൊന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ നിങ്ങൾക്ക് സാധ്യമല്ല. കായൽ പട്ടണത്ത് ആത്മഹത്യകളില്ല. ഇന്ന് വരെ ആ നാട്ടിൽ ഒരാൾ സൂയിസൈഡ് ചെയ്തിട്ടില്ല. മനസ്സിലാക്കണം, ലോക ആത്മഹത്യാ നിരക്ക് 7,03,000 പേരാണ് ഒരു വർഷം ലോകത്താകെ ആത്മഹത്യ ചെയ്യുന്നത്. ഇന്ത്യയിൽ സൂയിസൈഡ് ശതമാനം 11.3 ഭാരതത്തിൽ ഏറ്റവും അധികം ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. കേരളമെന്ന് കേൾക്കുമ്പോൾ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. നമുക്ക് അഭിമാനിക്കാം, ഏറ്റവും കൂടുതൽ ആളുകൾ ആത്മഹത്യ ചെയ്യുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. കേരളം കഴിഞ്ഞാൽ പിന്നെ തൊട്ടടുത്ത് വരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. കേരളത്തിൽ 24% 1,00,000. തമിഴ്നാട്ടിൽ 22.2. അപ്പൊ ഇന്ത്യയിൽ ആത്മഹത്യയിൽ 2ാം സ്ഥാനത്തുള്ള തമിഴ്നാട്ടിലാണ് ഞാൻ ഈ പറയുന്ന കായൽ പട്ടണം.
ഇന്ന് വരെ അവിടെ ഒരു ആത്മഹത്യ ഉണ്ടായിട്ടില്ല. കാരണം കുറ്റകൃത്യങ്ങളില്ല, ക്രിമിനൽ കേസുകളില്ല. ചെറിയ ചെറിയ വഴക്കുകളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും. അതൊക്കെ പള്ളികളിൽ പരിഹരിക്കപ്പെടും. അതിനോട് സംവിധാനമുണ്ട്. പള്ളിവട്ടം എന്നാണ് അതിന് പറയുക. ഉലമാക്കളും ആ നാട്ടിലെ ഉമറാക്കളും ചേർന്ന ഒരു സമിതി, പള്ളിവട്ടം. അവിടെ ഈ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടും. എല്ലാ വീട്ടിലും ഒരു ഹാഫിളും ഒരു ഹാഫിളത്തും മസ്റ്റാണ്. ഇപ്പോൾ അതൊക്കെ പോയി. 2023 ഓരോ വീട്ടിലും 4ഉം 5ഉം മിക്കവാറും ഉള്ള ജനിക്കുന്ന കുട്ടികളെല്ലാം ഹാഫിളുകളും ഹാഫിളത്തുകളുമാണ്. തറാവീഹ് നമസ്കരിക്കാൻ ഒരു ഹാഫിദിന് കിട്ടുന്നത് 4 റക്അത്താണ്. ഒരു ദിവസം 5 ഹാഫിളുകൾ ചേർന്നാണ് തറാവീഹ് നിസ്കാരം പൂർത്തിയാക്കുക. കാരണം അത്രയധികം ഹാഫിളീങ്ങളാണ്. ഇവിടെ മിക്സഡ് കോളേജുകളില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല. ആൺകുട്ടികൾക്ക് വേറെ, പെൺകുട്ടികൾക്ക് വേറെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാകും അവിടെ വിദ്യാഭ്യാസം വളരെ കുറവായിരിക്കുമെന്ന്. ലിറ്ററസി ഇന്ത്യൻ ദേശീയതയേക്കാൾ മുന്നിലാണ് കായൽപട്ടണം. ഭാരതത്തിന്റെ സാക്ഷരത 74% കായൽപട്ടണത്ത് 93% വിദ്യാഭ്യാസം. സ്ത്രീകൾക്ക് മാത്രമായി പ്രൊഫഷണൽ കോളേജുകളുണ്ട്. ആയിഷ സിദ്ദീഖ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് 35 വർഷങ്ങൾക്ക് മുമ്പ് അവിടെ സ്ഥാപിക്കപ്പെട്ടതാണ്. പെൺകുട്ടികൾ ഡിഗ്രിയും PGയും ഒക്കെ എടുക്കുന്നു ഇഷ്ടം പോലെ. കായൽപട്ടണത്തിൻ്റെ ഒരുപാട് വിശേഷണങ്ങളുണ്ട്. അതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള അവസരമല്ല. ഞാൻ ചില ഔട്ട്ലൈൻ മാത്രം തരികയാണ്. ഇത് റജബ് മാസമാണല്ലോ. റജബ് 1 മുതൽ 30 വരെ ബുഖാരി ഷരീഫ് ഖത്തം അവിടെ പ്രസിദ്ധമാണ്. രാവിലെ 5:30 മണിക്ക് ആരംഭിക്കും. ബുഖാരി ഒരു ജുസ് ഓതും 9:30 മണി വരെ. അത് കഴിഞ്ഞ് 1 മണിക്കൂർ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ പ്രഭാഷണം ഉണ്ടാകും. റജബ് 30 ബുഖാരി ഖത്തം, ആബാലവൃദ്ധം ജനങ്ങളും പങ്കെടുക്കും. നാട്ടിന് ഉത്സവമാണ്. സഹോദരങ്ങളെ, ഈ നാട് നമുക്കൊരു വലിയ സന്ദേശം തരുന്നില്ലേ? ഈ 2024 ഒരു ആത്മഹത്യയില്ലാത്ത, പ്രണയ നൈരാശ്യമില്ലാത്ത, കോടതിയില്ലാത്ത, പോലീസ് സ്റ്റേഷനില്ലാത്ത, തിയേറ്റർ ഇല്ലാത്ത, മദ്യശാലയില്ലാത്ത, ലോഡ്ജില്ലാത്ത ഒരു നാട് അത്ഭുതമല്ലേ? 50,000 മനുഷ്യർ അവിടെ സന്തോഷത്തോടെ, സമാധാനത്തോടെ, ഐക്യത്തോടെ കഴിഞ്ഞു വരുന്നു. ഞങ്ങളവിടെ ജമാഅത്ത് പോയി. മുസമ്മിൽ മൗലവിയൊക്കെ കൂടെ ഉണ്ട്. ഞങ്ങൾ ഒന്നിച്ചാണ് പോയത്. ഷിഹാബുദ്ദീൻ മൗലവി ഒരു വഴി, അബ്ദുൽ നാസർ മൗലവി കട്ടപ്പനയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളവിടെ ജമാഅത്ത് താമസിച്ചത് ബുഖാരി മസ്ജിദിലാണ്. ഇവർക്കൊക്കെ അറിയാം. ആ മസ്ജിദിന്റെ മുത്തവല്ലി അദ്ദേഹം ഞങ്ങളെ പരിചയപ്പെടുത്തി, നാട്ടുകാർ പരിചയപ്പെടുത്തി. ഈ മുത്തവല്ലിയുടെ വാപ്പ റമദാൻ 27 വഫാത്തായത്. അൽഹംദുലില്ലാഹ്. അപ്പൊ പറയണം, അദ്ദേഹത്തിന്റെ വാപ്പായി മരിച്ചത് റമദാൻ 27 ഡബിൾ അൽഹംദുലില്ലാഹ്. അപ്പൊ പറയണം, ഇതല്ല മൂന്നാമത്തെ ഉപ്പാപ്പ, അദ്ദേഹത്തിന്റെ 3ാമത്തെ തലമുറ, അദ്ദേഹം മരിച്ചതും റമദാൻ 27 ഇങ്ങനെ ഒരു 3 തലമുറയൊക്കെ കൃത്യമായി റമദാൻ 27 രാവിലെ വഫാത്താകണമെങ്കിൽ അവരുടെയൊക്കെ ദീനിയായ ചിട്ടയും നിഷ്ഠയും എത്രമാത്രമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ നാടൊരു വലിയ സന്ദേശം നമുക്ക് നൽകുന്നുണ്ട്. മനുഷ്യൻ നയിക്കപ്പെടേണ്ടത് പുറമേ നിന്നല്ല, അകമേ നിന്നാണ്. മനുഷ്യൻ നിയന്ത്രിക്കപ്പെടേണ്ടത് ബാഹ്യമായിട്ടല്ല, ആന്തരികമായിട്ടാണ്. വ്യക്തികൾ തിരുത്തപ്പെടേണ്ടത് വെളിയിൽ നിന്നല്ല, ഉള്ളിൽ നിന്നാണ്. ഉച്ചയ്ക്ക് ഇവിടെ നമ്മുടെ കൗസരിയുടെ ഇംഗ്ലീഷ് മാഗസിൻ പ്രകാശനം ചെയ്തല്ലോ. അതിൻ്റെ പേര് ഇൻസൈറ്റ് എന്നാണ്. ഇൻസൈറ്റ് ഉണ്ടാവണം മനുഷ്യന്. ഇന്റർനെറ്റ് ഒരു മിനിറ്റ് ഇല്ലെങ്കിൽ നമ്മളെല്ലാം വേവലാതിപ്പെടും. ഇന്റർനെറ്റ് മാത്രം പോരാ, ഇന്റർനെറ്റ് ഉണ്ടാകണം. മനുഷ്യനിൽ മനുഷ്യത്വമുണ്ട്, മൃഗീയതയുണ്ട്, മലക്കും പിശാചുമുണ്ട്, മണ്ണിൻ്റെയും വിണ്ണിൻ്റെയും അംശമുണ്ട്, വിവേകവും വികാരവുമുണ്ട് മനുഷ്യന്. ഈ മനുഷ്യനെ നല്ലവനാക്കി മാറ്റാൻ, അവനെ രഹസ്യമായും പരസ്യമായും അവനിൽ നന്മയുണ്ടാക്കാൻ അചഞ്ചലമായ ഈമാനും അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന ഇബാദത്തുകളും കൊണ്ട് മാത്രമേ കഴിയൂ എന്ന് കായൽപട്ടണം നമുക്ക് ഈ 2024 പഠിപ്പിച്ചു തരികയാണ്.
നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പോലീസ് സ്റ്റേഷനുണ്ട്, കോടതിയുണ്ട്. ചെറിയ ചെറിയ നിയമലംഘനങ്ങൾ പോലും പിടിക്കപ്പെടുന്നുണ്ട്. CCTV ക്യാമറകളുണ്ട്. കുറ്റം ചെയ്താൽ ഉടൻ പിടിക്കപ്പെടും. ഞാനിന്ന് രാവിലെ തിരുവനന്തപുരത്ത് നിന്ന് 4:30 മണിക്കുള്ള മുംബൈ എക്സ്പ്രസ്സിലാണ് വന്നത്. എൻ്റെ കമ്പാർട്ട്മെൻറ്റിൽ തൊട്ടപ്പുറത്തിരുന്ന ഒരു ചെറുപ്പക്കാരൻ, പട്ടാളക്കാരനാണെന്ന് തോന്നുന്നു, അയാൾ നൈൽ കട്ടർ എടുത്ത് നഖം വെട്ടി തുടങ്ങി. എനിക്ക് വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. ട്രെയിനിലിരുന്നാണോ നഖം വെട്ടുക? അയാളും കൈയും കാലും ഒക്കെ വെട്ടി തീർന്നില്ല, അതിനു മുമ്പ് പിടി വീണു. TTR വന്നിട്ട് വന്ന് 250 രൂപ ഫൈൻ അടയ്ക്കണം. ട്രെയിനിലിരുന്ന് നഖം വെട്ടിയതിന് 250 രൂപ ഫൈൻ. സഹോദരങ്ങളെ, നമ്മുടെ നാട്ടിൽ CCTV ക്യാമറകളുണ്ട്, പോലീസുകാരുണ്ട്, നിയമപാലകരുണ്ട്. ചെറിയ നിയമലംഘനങ്ങൾ പോലും പിടിക്കപ്പെടുന്നുണ്ട്. പക്ഷേ നിയമത്തിൽ നിന്നും കുതറി മാറാൻ കിട്ടുന്ന ആദ്യത്തെ അവസരം നമ്മൾ മുതലാക്കും. കാരണം ഇന്റർനെറ്റ് ഇല്ല. നിങ്ങൾ എന്തെല്ലാം ബാഹ്യമായി ജനങ്ങളെ നിയന്ത്രിക്കാൻ ഉണ്ടാക്കിയെടുത്താലും ആദ്യം കിട്ടുന്ന ചാൻസ് അവൻ കുതറിച്ചാടും. നമ്മളൊക്കെ അങ്ങനെയല്ലേ? നമ്മളൊക്കെ വാഹനം വണ്ടി ഓടിച്ചു പോകും, നല്ല സ്പീഡിൽ ഓടിക്കും. ക്യാമറ ഉണ്ടെന്ന് കാണുമ്പോൾ സ്ലോ ആക്കും. അപ്പൊ ക്യാമറയുടെ കണ്ണിൽ പെട്ടില്ലെങ്കിൽ നമ്മളും നിയമം ലംഘിക്കും. ഇത് മനുഷ്യന്റെ സ്വഭാവമാണ്. ഇവിടെ മനുഷ്യനെ നന്നാക്കാൻ ഒറ്റ മാർഗം, അവനെ അകത്ത് നിന്ന് നയിക്കപ്പെടണം. കായൽപട്ടണത്ത് ദാരിദ്ര്യമില്ല. അവരെല്ലാം ബിസിനസ്സുകാരാണ്. ചെറിയ ബിസിനസ് അല്ല, വജ്ര വ്യാപാരികളും സ്വർണ്ണ വ്യാപാരികളുമാണ്. ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനത്തും അവരുണ്ട്. യൂറോപ്യൻ രാഷ്ട്രങ്ങളിലുണ്ട്, ഹോളണ്ടിലുണ്ട്, ഫ്രാൻസിലുണ്ട്. ഈ വജ്രവ്യാപാരികളായ സമ്പന്നരായ ഈ ഉമറാക്കളെ അവിടുത്തെ ഉലമാക്കളുമായിട്ട് ചേർന്ന് അൽഹംദുലില്ലാ ഒരു മാഹൗൽ ഉണ്ടാക്കി. ആ നാട്ടിൽ ക്രിമിനൽ കുറ്റങ്ങളില്ല, ആത്മഹത്യയില്ല, ഞാൻ ഈ പറഞ്ഞ ഒന്നുമില്ല. ഈ ഒരു സംവിധാനം, ഇതിലേക്ക് കഴിയണം നമുക്ക്. കായൽപട്ടണം വരെ ഒന്ന് പോകണം. ഇത് ഓസ്ട്രേലിയയിലും അമേരിക്കയിലും അന്റാർട്ടിക്കയിലും ഒന്നുമല്ല, നമ്മുടെ നാടിനടുത്താണ്, തമിഴ്നാട്ടിലാണ്. ഒന്ന് പോയി കാണണം. നിങ്ങളിൽ പലരും ഇവിടെ കുട്ടികളുണ്ടാകാം, അറിയാം. സഹോദരങ്ങളെ, ഈ ഒരു സംവിധാനം ഉണ്ടാക്കണം. അതായിരുന്നു ബഹുമാനനായ ദാഇയ മില്ലത്ത് മൂസ മൗലാന നവ്വറല്ലാഹു മറഖദഹു, നമ്മുടെ ബാനി മദ്രസ സുബൈർ ഹാജി, അല്ലാഹുമ്മ വസ്സി ഖബറഹു, നമ്മുടെ എല്ലാമായിരുന്ന ഷെയ്ഖുന അബ്ദുൽ കരീം ഉസ്താദ് ഖദ്ദസല്ലാഹു അസ്റാറഹു, നമ്മുടെ ഉസ്താദന്മാർ ശറഫുദ്ദീൻ ഉസ്താദൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഉസ്താദന്മാരും ഈ സ്ഥാപനവും എല്ലാം നമ്മളെ വളർത്തിയെടുത്തത് ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടാണ്. കുറെ നല്ല പ്രതിഭകൾ ഉണ്ടാകണം, ജനങ്ങളെ നന്മയിലേക്ക് മാടി വിളിക്കുന്ന, ജനങ്ങളെ നയിക്കാൻ കഴിയുന്ന. നമ്മുടെ ഇബ്രാഹിം മൗലവിയുടെ മുദ്രാവാക്യം തന്നെ കണ്ടില്ലേ, ടു ഗൈഡ് ദ ഉമ്മ. എത്ര മനോഹരമായ ആപ്തവാക്യം, ടു ഗൈഡ് ദ ഉമ്മ. ഒരുപാട് ഭാവനയുള്ള ഒരു വലിയ മുത്തവല്ലിയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. ഈ ഒരു ഉദ്ദേശത്തിലാണ് നമ്മളെ കൗസരികളെ വളർത്തിയെടുത്തതും നാം പ്രവർത്തിക്കേണ്ടതും. ഇൻഷാ അല്ലാ ഈ രീതിക്ക് ഒരു സംവിധാനം ഉണ്ടായാൽ, ഉമറാവും ഉലമാവും ചേർന്നാൽ നാടിനെ മാറ്റിയെടുക്കാൻ കഴിയും. അസ്ലുഹാ സാബിത്തുൻ വഫറുഹാ ഫിസ്സമാ. ഈമാൻ അചഞ്ചലമായിരിക്കണം. അല്ലാഹുവിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും അടിയുറച്ച വിശ്വാസമുണ്ടെങ്കിൽ ഫറുഹാ ഫിസ്സമാ, പടർന്ന് പന്തലിക്കുന്ന ശിഖരങ്ങളിൽ നിന്ന് ഫലങ്ങൾ തേടാൻ നമുക്കാകും. നമ്മുടെ മദ്രസയുടെ ലക്ഷ്യം അതാണ്. ഈ മഹാസമ്മേളനം കൊണ്ടൊക്കെ ഉദ്ദേശിക്കുന്ന അതാണ്. നമ്മൾക്ക് പറഞ്ഞു തന്ന മെസ്സേജ് അതാണ്. ഇനി കിട്ടാൻ പോകുന്ന മെസ്സേജ് അതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈ സംഗമത്തെ കബൂലാക്കുമാറാകട്ടെ. വാഖിർ ദഅ്വായ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.